കേരളത്തിന് ബദലായുള്ള അതിവേഗ റെയിൽ പദ്ധതി വേഗത്തിലാക്കാൻ UDF സർക്കാർ. ഇന്നലെ നടന്ന കൂടിക്കാഴ്ചയിൽ DPR E ശ്രീധരൻ മുഖ്യമന്ത്രി VD സതീശന് കൈമാറിയിട്ടുണ്ട്. തിരുവനന്തപുരം പൂജപ്പുര മുതൽ കണ്ണൂർ വരെയുള്ള അതിവേഗ റെയിൽ പദ്ധതിയുടെ ചിലവ് പ്രതീക്ഷിക്കുന്നത് 60,000 കോടി രൂപയാണ്. 12 ബോഗികളുള്ള ട്രെയിനിൽ ഒരേ സമയം 800 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും. 3.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂർ എത്താനാണ് പദ്ധതി ഇടുന്നത്. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച പോസിറ്റീവ് ആണെന്നാണ് E ശ്രീധരന്റെ പ്രതികരണം. 2 ആഴ്ചയ്ക്കകം സർക്കാർ തീരുമാനം അറിയിക്കും. റോഷിപാലും സോണൽ കൃഷിയുമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, പദ്ധതി സർക്കാരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കേരളത്തിന് ബദലായി എന്തുണ്ട് എന്ന ചോദ്യത്തിനൊരു പദ്ധതി UDF സർക്കാരിന് വേണം. നിലവിൽ UDF സർക്കാരിന്റെ കയ്യിൽ അങ്ങനെ പദ്ധതികളൊന്നുമില്ല. അതുകൊണ്ട് ഈ ശ്രീധരൻ കൊണ്ടുവന്ന ഈ പദ്ധതി പരിശോധിക്കുകയാണ്. പക്ഷേ ഇത് പ്രായോഗികമാണോ എന്നുള്ളതാണ് നേരത്തെ തന്നെ ഈ ശ്രീധരൻ ഈ പദ്ധതി അവതരിപ്പിച്ചപ്പോൾ ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം. കാരണം പദ്ധതിയുടെ 70% പില്ലറുകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഇതെങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ് മറുഭാഗത്തുള്ള ചോദ്യം. 60,000 കോടി രൂപ എന്നൊക്കെ പറയുന്നത് സാധ്യമാണോ, അത് യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ളതാണോ എന്ന ചോദ്യമൊക്കെയുണ്ട്. ഇതൊക്കെ പരിഗണിച്ചാവില്ലേ UDF സർക്കാർ തീരുമാനമെടുക്കുക? അരുൺകുമാർ, നേരത്തെ കേരളയിൽ സംസ്ഥാന സർക്കാർ ഉപേക്ഷിക്കുമ്പോൾ അതിന് തൊട്ടു പിന്നാലെ തന്നെ അതിവേഗ റെയിൽ പാത ഉപേക്ഷിക്കില്ല എന്ന് കൃത്യമായി മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ അതിവേഗ റെയിൽ പാത യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മെട്രോമാൻ E ശ്രീധരന്റെ സഹായം UDF സർക്കാർ തേടുന്നത്. ഇന്നലെ VD സതീശൻ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ E ശ്രീധരനുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ DPR ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് കൈമാറി കഴിഞ്ഞു. ആ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന 60,000 കോടിയാണ് ഈ പദ്ധതിയുടെ ചിലവ്. ഒരുപക്ഷെ അത് വലിയ ചിലവാണ്. എന്നാൽ പോലും ജനകീയ പങ്കാളിത്തത്തോടെ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ ഈ കമ്പനി രൂപീകരിക്കുമ്പോൾ അതിൽ ജനങ്ങളുടെ ഓഹരി പങ്കാളിത്തം ഉറപ്പുവരുത്തും. കേന്ദ്ര സംസ്ഥാനങ്ങളുടെ ഓഹരി പങ്കാളിത്തത്തിനൊപ്പം ആ ജനങ്ങളിൽ നിന്നും പണം പിരിച്ചെടുത്ത അതിവേഗ റെയിൽ പാത യാഥാർത്ഥ്യമാക്കുക. പൂജപ്പുര മുതൽ കണ്ണൂർ വരെയാണ് ഈ റെയിൽ പാത ഉണ്ടാവുക. അതിൽ 23 സ്റ്റേഷനുകൾ ഉണ്ടാകും. അതിൽ നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ 23 സ്റ്റേഷനുകളിൽ ഏതാണ്ട് 3.5 മണിക്കൂർ കൊണ്ട് അത് കണ്ണൂരേക്ക് തിരുവനന്തപുരത്ത് പുറപ്പെടുന്ന ട്രെയിൻ എത്തിച്ചേരും എന്നതാണ് അതിന്റെ പ്രത്യേകത. മറ്റൊന്ന്, ഇത് പൂർണ്ണമായും ആകാശപാത എന്ന രീതിയിലേക്ക് ഏറ്റവും കൂടുതൽ ആകാശപാത ഉപയോഗിക്കുക എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയും. ഈ പണം ഒന്ന് കേന്ദ്രത്തിന്റെ സഹായം വേണം. നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും കേന്ദ്രം ഈ പദ്ധതിയുമായി സഹകരിക്കുമെന്ന ആത്മവിശ്വാസമാണ് UDF സർക്കാരിനുള്ളത്. ഏതായാലും പദ്ധതി റിപ്പോർട്ട് സംബന്ധിച്ച് പഠിക്കാൻ 2 ആഴ്ച സമയമാണ് മുഖ്യമന്ത്രി E ശ്രീധരനോട് ചോദിച്ചത്. അതിന് പിന്നാലെ തന്നെ ഇതിലൊരു രാഷ്ട്രീയ അനുമതി കൂടി വേണം. UDF നേതൃത്വത്തിന്റെ വേണം, ഒപ്പം കോൺഗ്രസ് നേതൃത്വത്തിന്റെ. ഈ അനുമതി ലഭിച്ചാൽ സോണലിലേക്ക് കൂടി പോയി വരാം. സോണൽ, നേരത്തെ LDF സർക്കാരിന് ഈ പദ്ധതിയുമായിട്ട് വലിയ താല്പര്യം കാണിച്ചില്ല. അതിനുശേഷം സ്വന്തമായിട്ട് ഓഫീസൊക്കെ തുറന്നു E ശ്രീധരൻ. അതിന് പക്ഷേ ആരുടെയും പിന്തുണയൊന്നും കിട്ടിയില്ല. കേന്ദ്ര സർക്കാരിൽ നിന്നാകട്ടെ കൃത്യമായ വിശദീകരണവും വന്നില്ല. ഈ സാഹചര്യത്തിലാണോ പഴയ ആ പദ്ധതി വീണ്ടും ഈ UDF സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്? അതിൽ നിന്നൊരു മാറ്റവുമില്ലല്ലോ, പഴയ അതേ പദ്ധതി തന്നെയല്ലേ സോണൽ? തീർച്ചയായിട്ടും അരുൺകുമാർ, പ്രധാനമായി പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ അടുത്ത ആളായിട്ടുള്ള KP നൌഷാദ് അലിയുമായി കഴിഞ്ഞ ദിവസമാണ് E ശ്രീധരൻ കൂടിക്കാഴ്ച നടത്തുന്നത്. അതിൽ കൃത്യമായിട്ട് ഈ വിഷയം ചർച്ചയായിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇന്നലെ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയുമായി E ശ്രീധരൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. അതിൽ തന്റെ കയ്യിലുള്ള പദ്ധതി റിപ്പോർട്ട്, അതായത് അതിവേഗ റെയിൽവേയുമായി ബന്ധപ്പെട്ട അദ്ദേഹം പഠിച്ച് തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുൻപാകെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ സർക്കാരിൽ പൂർണ്ണ പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് E ശ്രീധരനും അദ്ദേഹത്തിന്റെ ടീമും വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ പൂർണ്ണ പ്രതീക്ഷയുണ്ട് തങ്ങൾക്ക് എന്നുള്ളതാണ് E ശ്രീധരനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ അത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് സർക്കാർ ആ വിഷയത്തിൽ കൂടുതൽ ചർച്ച നടത്തി 2 ആഴ്ചയ്ക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം E ശ്രീധരനെ അറിയിക്കുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇതിനു മുമ്പ് സർക്കാർ കൊണ്ടുവന്ന ബദൽ പദ്ധതിയിൽ എന്തൊക്കെ അപാകതയുണ്ട് എന്നുള്ളത് അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് തങ്ങളുടെ പദ്ധതി എന്താണ്, അതിന്റെ ദോഷവശങ്ങളും ഗുണവശങ്ങളും എന്താണ് എന്നുള്ളതൊക്കെ E ശ്രീധരൻ വ്യക്തമാക്കിയത്. അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് വേണ്ടി ആദ്യഘട്ട പരിപാടികളൊക്കെ തന്നെ നടത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു. സോണലും റോഷിപാലുമാണ് വിവരങ്ങൾ നൽകിയത്.